സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുക. ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയുടെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഓസോൺ ലെയറുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നതായിട്ട് നമുക്കറിയാം. ഓസോൺ ലെയറിന്റെ ശോഷണത്തിന് കാരണമാകുന്നത് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്ന വിഷവാതകങ്ങളാണ്. അവയുടെ വ്യാപനം തടയുന്നതിലൂടെ അല്ലെങ്കിൽ അവയുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിലൂടെ ഓസോൺ ലെയർ ശരിയായ വിധത്തിൽ സംരക്ഷിക്കുന്നതിന് സാധിക്കും എന്നാണ് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന മീഥെയ്ൻ വാതകം. ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും പൊതു ഡംപിംഗ് യാർഡുകളിൽ കുന്നുകൂടുന്നതും ഭീമമായ തോതിൽ മീഥെയ്ൻ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതിന് ഇടയാക്കുന്നു എന്നാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ജൈവ മാലിന്യങ്ങളെ അവയുടെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക വഴി ജൈവ മാലിന്യങ്ങളിൽ നിന്നുള്ള മീഥെയ്ൻ വ്യാപനം, അന്തരീക്ഷത്തിലേക്കുള്ള വ്യാപനം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം. ഈ ഓസോൺ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ജൈവ മാലിന്യങ്ങൾ വികേന്ദ്രീകൃതമായി ഓരോ ബയോഗ്യാസ് പ്ലാന്റുകളുടെ സഹായത്താൽ അവയുടെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുന്നതിന് അനുയോജ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാം.